വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തു. മൂന്നാം തവണയാണ് SIT പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നത്. ബോർഡ് മുൻ അംഗം അജികുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025-ൽ ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് വീണ്ടും ചോദ്യം ചെയ്തത്. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, PS പ്രശാന്തിനെ 3 തവണയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്താണ് മൂന്നാം തവണ ചോദ്യം ചെയ്യാൻ കാരണമായത്? ഇപ്പോൾ കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായാണോ ഈ ചോദ്യം ചെയ്യൽ? കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ. 2 തവണ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലെല്ലാം തങ്ങളുടെ ഭാഗത്തുനിന്ന് ചട്ടലംഘനം ഉണ്ടായിട്ടില്ല, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് PS പ്രശാന്ത് പറഞ്ഞിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമലയിൽ നിന്ന് 2025-ൽ ദ്വാരപാലക ശില്പം കൊടുത്തുവിടുന്ന സമയത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനാണ് ഇത് കൈമാറുന്നത്. അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഈ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല എന്നുള്ളത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു കത്ത് വന്നിരുന്നു. ആ കത്ത് പിന്നീട് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ തിരുത്തിയതിൽ ഏതെങ്കിലും തരത്തിൽ PS പ്രശാന്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് വീണ്ടും ഒരു സംശയമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. അക്കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഒരു ഗൂഢാലോചനയോ ഉള്ളോ തട്ടിപ്പിന് കൂട്ടുനിന്നതിന്റെ ഭാഗമായിട്ടല്ല അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളതെന്നാണ് PS പ്രശാന്ത് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. എന്നാൽ അത് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനിയും രേഖകൾ പരിശോധിക്കും. അതിനുശേഷം മാത്രമായിരിക്കും പ്രശാന്തിന്റെ ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. ഈ PS പ്രശാന്തിന്റെ ഒപ്പം അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ ഇതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോയി ഉരുക്കിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. അതിന്റെ ഒരു ശാസ്ത്രീയമായ പരിശോധന ഒരു തവണ നടത്തിയിരുന്നു. പക്ഷേ അത് എത്രത്തോളം സ്വർണ്ണം പോയിട്ടുണ്ടെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം ആ പരിശോധനയിൽ വന്നിരുന്നില്ല. രണ്ടാമത് ഇപ്പോൾ മറ്റൊരു പരിശോധന കൂടി നടത്തുകയാണ്. ഈ അടുത്ത ആഴ്ചയോടുകൂടി അത് സംബന്ധിച്ച റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കവും. 2019-ൽ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് നൽകിയതിന് പുറമെ 2025-ലും നൽകിയിരുന്നപ്പോൾ അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് വീണ്ടും PS പ്രശാന്തിനെ SIT ചോദ്യം ചെയ്തിരിക്കുന്നത്. 3 തവണയാണ് ചോദ്യം ചെയ്തിട്ടുള്ളതാകെ. സിജോ ബി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.